നമ്മുടെ സംസ്ഥാനത്തിനകത്തും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലായിടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിൽ, അതുപോലെ തന്നെ ചീമേനിയിൽ, ഇവിടെയെല്ലാം ഭാരതീയ വിദ്യാനികേതൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളുകൾ, സരസ്വതി വിദ്യാലയങ്ങൾ എന്നിവർ നടക്കുന്ന സ്കൂളുകൾ, വിവേകാനന്ദ സ്കൂളുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ റിട്ടയറായിട്ടുള്ള കുറേ അധ്യാപകരെ വിളിക്കുകയും അവിടുത്തെ കുട്ടികളെ ആ അധ്യാപകർ കസേരയിലിരിക്കുകയും അതിന് താഴെ കുട്ടികൾ നിലത്തിരുന്നു കൊണ്ട് അവരുടെ പാദം കഴുകുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഈ കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊടുത്തുകയും കിട്ടിയ ഒരു പ്രാഥമിക വിവരമനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ 3യുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഡിഗ്നിറ്റി, അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ കാത്തുസൂക്ഷിക്കേണ്ട അക്കൗണ്ടബിലിറ്റി എന്നിവയുടെയെല്ലാം നഗ്നമായിട്ടുള്ള ലംഘനം ഇവിടെ നടന്നു വരികയാണ്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണം. നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളെ ശാസ്ത്രാവബോധം പഠിപ്പിക്കണം. അവരുടെ മതവിശ്വാസങ്ങളെ ഒന്നും ചൂഷണം ചെയ്യാൻ, അവരുടെ മതവിശ്വാസങ്ങൾ ഇടപെടണം എന്നല്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് വിഭിന്നമായ രീതിയിൽ വളരെ പുരാതന കാലത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കുട്ടികളെ, ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തിരിച്ചുവിടുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്കൂളിൽ വിടുമ്പോൾ അവരെ ശാസ്ത്രബോധം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ നേരായ വഴിക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. അതിന് വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് എടുക്കുന്ന ഈ സമീപനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ കർശനമായിട്ട് നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും. ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നാളെ നമ്മുടെ നാടിനെ വളരെ പുറകോട്ടടുപ്പിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകരും ആ സ്കൂളിനെ നിയന്ത്രിക്കുന്ന ആളുകളും ബന്ധപ്പെട്ട വകുപ്പുകളുമെല്ലാം വളരെ കൃത്യമായിട്ടും ഇത് നോക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉന്നതമായിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ മാറ്റിക്കൊണ്ട് കുട്ടികളെ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആത്മാഭിമാനമുണ്ട്. ആ കുട്ടികളെ ഇങ്ങനെ താഴെ നിലത്തിരുത്തിക്കൊണ്ട് ഈ അധ്യാപകർ, റിട്ടയറായിട്ടുള്ള അധ്യാപകരുടെ കാൽപാദം കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതിനൊക്കെ നിന്ന് കൊടുക്കുന്ന റിട്ടയറായിട്ടുള്ള അധ്യാപകർ, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരെന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ പൊതുസമൂഹം നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കമ്മീഷൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ അടിയന്തരമായി, നിരവധി കേസുകളാണ് കമ്മീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ പല രക്ഷിതാക്കളും, ഇതിനൊക്കെ വിധേയപ്പെട്ടു പോകുന്ന ചില രക്ഷിതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവരിത് അറിയില്ല. ഇങ്ങനൊരു സംഭവത്തെ സംബന്ധിച്ച് അവരറിയില്ല. സ്കൂളിലെ എന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് ഗുരുപൂജ എന്ന നിലയിൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ന കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്ന് വളരെ കൃത്യമായിട്ടും ആ രക്ഷിതാക്കൾ ഞങ്ങളുടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി പരാതികൾ കമ്മീഷന് മുമ്പിൽ വന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവരോടെല്ലാം അടിയന്തര റിപ്പോർട്ട് തേടുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കമ്മീഷന് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഹിന്ദു കൾച്ചർ പിന്തുടരുന്ന എല്ലാ വിദ്യാലയങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഈ ഭാരതീയ വിദ്യാനികേതൻ്റെ സ്കൂളിൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് തുടർച്ചയായിട്ട്, അതായത് ആദ്യത്തെ സംഭവമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ പരിപാടികൾ നടത്തി അവരുടെ പേജിൽ അവർ ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ വൈകിപ്പോയോ? അല്ല, ഇത് ചോദിക്കുന്നത് വളരെ ഇപ്പോൾ നിങ്ങളെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് കേരള സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഇത് മുൻപ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഒരിക്കലും അത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ കേരളത്തിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് പൊതുസമൂഹത്തിന് അപകടകരമാകും എന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത്. രണ്ടാമത് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന്, ഇതിന് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ഒന്നും വ്യത്യാസമില്ല. ഏത് മതത്തിൻ്റെ എന്നുള്ളതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കണം.
നമ്മുടെ കുഞ്ഞുങ്ങൾ സാർവദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ നീതി അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യവും അതിൽ സിഗ്നിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ സാർവദേശീയ ഉടമ്പടിയുടെ ഭാഗമായി കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിക്കപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ 3 കൃത്യമായിട്ട് പറയുന്നൊരു ഡിഗ്നിറ്റി, അവരുടെ ആത്മാഭിമാനത്തെ കാത്തു സൂക്ഷിക്കണമെന്നുള്ളത്. അത് ഏത് മതം എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമല്ല. എല്ലാ മതത്തിനും ഇത് ബാധകമാണ്. ഒരു മതസ്ഥാപനവും അവരുടെ മതത്തിൻ്റെ കൾച്ചർ ഈ വിദ്യാലയങ്ങളിലെ ഈ നിലയിൽ പഠിപ്പിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. അതെല്ലാ മതങ്ങളോടും കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഈ അഭിപ്രായം തന്നെയാണ് കമ്മീഷനുള്ളത്. എല്ലാ സ്കൂളുകളിലും അവരുടെ അക്കാദമിക് കാര്യക്രമമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അത് ഈ പറയുന്ന പാദപൂജ മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കുട്ടികളുടെ പിറന്നാളിന് കുട്ടികളുടെ കാല് കഴിയുന്ന പരിപാടിയുണ്ട്. മാതൃപൂജ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടാതിരുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ പല സ്കൂളുകളിലും ഉണ്ടാവാം. പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നത് മാധ്യമ സുഹൃത്തുക്കളുടെ വഴി തന്നെയാണ് വന്നിട്ടുള്ളത്. മാധ്യമങ്ങളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളുടെ പാദം കഴുകി കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ 18 വയസ്സ് വരെയുള്ള കാലത്തിൽ അവർക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നെ വിദ്യാഭ്യാസ ആക്ടും അതുപോലെ തന്നെ മറ്റ് എല്ലാ വകുപ്പുകളും പ്രകാരം കിട്ടേണ്ട അവകാശങ്ങളുടെ ലംഘനമല്ലേ ഇത്? കാല് കഴുകാൻ എന്താണ് പിന്നെ അവകാശം? ഒരാളുടെ കാല് കഴുകി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായ പ്രവണതയല്ലേ ഇത്? ഗുരുനാഥന്മാർ അതിനെ അംഗീകരിക്കാമോ? ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ തൻ്റെ കുഞ്ഞിനെ നേരായ വഴിക്ക് പഠിപ്പിച്ച് ശാസ്ത്രം പഠിപ്പിച്ച് നേർവഴിക്ക് നടത്തേണ്ടവരല്ലേ? കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരോടും അല്ലെ ഗുരുനാഥന്മാരോടും ഒക്കെ ബഹുമാനവും അതീവ സ്നേഹവും ഒക്കെ വേണമെന്ന നിലപാട് തന്നെയാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ലാതെ വേറൊരു അഭിപ്രായം കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കുട്ടികളുടെ കാല് പിറന്നാളിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിൻ്റെ കാല് കഴുകി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ പ്രവണത തന്നെയാണെന്നാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം സംഘടനകൾ കമ്മീഷനിലേക്ക് ഇത് സംബന്ധിച്ചിടത്തോളം എല്ലാ രക്ഷിതാക്കൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധി ദിനമായതുകൊണ്ട് കമ്മീഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിരവധി പരാതികൾ വരുന്നുണ്ട്. സംസ്ഥാനത്തെ സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഇതിനെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധം ഇതിനെ സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ മേലെ ഇത്തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു മതത്തിൻ്റെയും അല്ലെ നേരത്തെ പറഞ്ഞതുപോലെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരമല്ല കുഞ്ഞുങ്ങളിലേക്ക് പഠിപ്പിക്കേണ്ടത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷേ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ പ്രവണതകൾ തെറ്റായ സമീപനമാണ് എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്.